ആം ഗെയിം ഫൈനലി ഒഫീഷ്യൽ ട്രെയിലർ വന്നിരിക്കുകയാണ്. ദുൽഖറിൻ്റെ ഏകദേശം ഒരു 3 വർഷത്തിന് ശേഷം, ഏകദേശം 3 വർഷത്തോളം നമ്മൾ കാത്തിരുന്നു DQൻ്റെ ഒരു സ്ട്രെയിറ്റ് മലയാള പടം വരാൻ വേണ്ടിയിട്ട്. ലോകയിലൊക്കെ വന്നിട്ടുണ്ട്, എന്നാൽ പോലും അതിനുശേഷം ഓൾറെഡി DQൻ്റെ ബർത്ത്ഡേക്ക് ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അന്ന് എന്തോ ടെക്നിക്കൽ ഗ്ലിച്ച് കാരണം ആ ഒരു ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഏതായാലും വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഷെഡ്യൂളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നഹസാണ് നമ്മുടെ RDXൻ്റെ ഡയറക്ടറാണിത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര വലിയൊരു DQൻ്റെ ഒരു മലയാളത്തിലോട്ടുള്ള തിരിച്ചുവരവെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഹൈപ്ഡ് ആയിട്ടൊരു സിനിമയാണ്. ഈ ഒരു ഡയറക്ടറിൻ്റെ കൊളാബറേഷനോടായപ്പോൾ ലാസ്റ്റ് അദ്ദേഹം അഭിനയിച്ച കിങ് ഓഫ് കൊത്തയുടെ ക്ലാഷിൽ വന്നതാണ് ഈ RDX എന്ന് പറയുന്ന സിനിമ. ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, അതൊരു ഭയങ്കര ഒരു ഇതായിട്ട് മാറി. ഇപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം 3 വർഷം, എനിക്ക് തോന്നുന്നു 3 വർഷത്തോളമായി DQൻ്റെ ഒരു സ്ട്രെയിറ്റ് പടം വന്നിട്ട്. സോ അതൊരു കിടിലൻ പടമായിരിക്കും, കിടിലൻ ട്രെയിലർ ആയിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ട്രെയിലർ കാണാം. കസിനോ സെറ്റപ്പ്. ഓക്കെ, ഗാംബ്ലിംഗ് സെറ്റപ്പൊക്കെ തന്നെയാണ്. അത് ആദ്യത്തെ പോസ്റ്ററിൽ തന്നെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, എല്ലാ ടൈപ്പ് ഗാംബ്ലിംഗും ഉണ്ടല്ലോ. അതെ, അൽഗോരിതം. വിനയ് ഫോർട്ട്, ആഗസ്റ്റ്. കറ്റ് ബെറ്റിംഗ് ഒക്കെ ഉണ്ട്. എന്തൊരു സ്പീഡാണ് ട്രെയിലറിന്. ഓ, നമ്മുടെ വൂൾഫ് ഓഫ് വോൾ സ്ട്രീറ്റിലെ ഡിക്കാപ്രിയുടെ സെറ്റപ്പ്. എന്താ ഇത്, എന്തൊരു ട്രെയിലർ. ഓക്കെ, കയ്യാടു. Just a patient. സൈക്കോളജിക്കൽ സെറ്റപ്പ് എന്തെങ്കിലും ഉണ്ടോ ഇതിൻ്റെ ബാക്കിൽ? ഓ, സംയുക്ത ആം കെയിം കതിർ. ഓക്കെ, ആക്ച്വലി നോട്ട്. ഓ, ഏണ്ടാ ചമൻ ചാക്കോ കിട്ടില്ലെന്നേ. ഇതിൻ്റെ കട്ട്സ് വേറെ മോഡായിരുന്നു. ഇതിൻ്റെ ട്രെയിലറിനെ പറ്റി ഞാൻ ആക്ച്വലി ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ അതിൻ്റെ ഒരു ടെയിലെൻഡിൽ അവരായിട്ട് തന്നെ അത് പറയുന്നുണ്ട്, ഒരുപാട് കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് എന്ന്. അത് കൊള്ളാം, അതൊരു കമ്മ്യൂണിക്കേഷൻ. അതിനെപ്പറ്റി ഞാൻ പറയാൻ വേണ്ടി വരുമായിരുന്നു. ആ ഒരു നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനുള്ളൊരു മറുപടി പോലെ അവരത് പറഞ്ഞു. ഒരു ഭയങ്കര നമുക്ക് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഇതെന്താണ് ഇതിനൊരു ഗെയിമാണോ, ഇനി ഒരു സൈക്കോളജിക്കൽ പരിപാടിയാണോ, അങ്ങനെ എന്തൊക്കെയോ പോലെ തോന്നി. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു DQനെ കാണാം. ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള, ഈ പണം ഉണ്ടാക്കണം, ഗാംബിൾ ചെയ്യണം, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടൊരു DQ. ഇതിൻ്റെ ഒരു RDX പോലുള്ള ഒരു ത്രോട്ട് ഒരു അടിപ്പടത്തിന് മുകളിൽ അടി ഉണ്ട്. നഹസ് എന്ന് പറയുന്ന സംവിധായകൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു ടെറിട്ടറിയാണ് ആ ഒരു ഫൈറ്റ് സീക്വൻസുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഭയങ്കര സ്റ്റൈലിഷായിട്ട് നല്ലതായിട്ട് പണം മുടക്കി ആ ഓരോ ഫ്രെയിമിലും അത് കാണാവുന്ന രീതിയിൽ തന്നെയാണ്. ആൻഡ് ജെക്സ് ബിജോയാണ് എൻ്റെ മ്യൂസിക്കും ഗുഡുമാണ്.
ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പടം തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ ഒരു ട്രെയിലറിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വേറെ ഒരു ഇതും വരാതെ ഡയറക്റ്റ് ഒരു ട്രെയിലർ തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. ഒരുപാട് കുറച്ച് കൺഫ്യൂസിങ് ആണ് അത് ആദ്യം തൊട്ടേ പറയണം. ഇതെന്താണെന്നുള്ളതിൻ്റെ ഒരു ഇത് ഗെയിമിനുള്ളിൽ ഗെയിമാണോ, ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ആരോ പറയുന്നുണ്ട് സ്ക്വിഡ് ഗെയിമൊക്കെ പോലത്തെ അല്ലെങ്കിൽ ആലീസ് ഇൻ ബോർഡർലാൻഡ് അങ്ങനത്തെ ഒരു കൈൻഡ് പരിപാടിയൊക്കെ ആയിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. ഒഫീഷ്യൽ ആണോന്നറിയില്ല, ഞാനിങ്ങനെ ഇവിടെ ഒരു റീൽ എന്തോ കണ്ടതാണ്. അങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. ഒരു കിട്ടിലൊരു എൻ്റർടൈനർ തന്നെ, എന്നാൽ ഒരു സ്റ്റൈലിഷ് അടിപ്പടം. ഡീക്കിൻ്റെ ഒരു കമ്പാക്റ്റ് ഒരു വേറെ ലെവലാകും എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വിഷ്വൽ ആൻഡ് എഡിറ്റിംഗ് ആ തുടക്ക സമയത്ത് കട്ട് ചെയ്ത് അത്ര പാക്ഡാക്കി വെച്ചേക്കാണ്. ഒരു സെക്കൻഡ് പോലും നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിലാണ് ആ ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നത്. ചമൻ ചാക്കോ അണ്ണനെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. സോ DQ ആൻഡ് നഹസിൻ്റെ ആ ഒരു എൻ്റയർ കാസ്റ്റ്, ഇതിൻ്റെ ഒരു പിന്നെ പറയേണ്ടത് അവസാനം വന്ന അണ്ണനാണ്. അദ്ദേഹം ഒരു കൊടൂര വില്ലനായിട്ടാണ് ഇതിനകത്ത് നിസ്കിൻ എന്ന് പറയുന്ന ഡയറക്ടർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് മാത്രമേ നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളൂ. അതെന്താണെന്നുള്ളത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ക്യാരക്ടർ ഭയങ്കര ലെവലാണെന്ന്. സോ കാത്തിരിക്കാം. ഒരു കിടിലൻ എൻ്റർടൈനർ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.